മോട്ടറോളയുടെ മോട്ടോ S50 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോ S50 എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.36 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അപ്പം ഡിസ്പ്ലേ സൈസ് 6.36 ഇഞ്ചേ വരുന്നുള്ളൂ. അപ്പം അത്യാവശ്യം കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ സൈസ് ആണ് എന്ന് പറയാവുന്നതാണ് ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട്. ഇപ്പം പൊതുവേ 6.7 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ സൈസൊക്കെയാണ് നമുക്ക് കിട്ടാറ്. ആ ഒരു ടൈമിൽ ഇതിൽ 6.36 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വരുന്നുള്ളൂ. പിന്നെ 1.5K റെസൊല്യൂഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ LTPO എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞായിരിക്കും. മാക്സിമം 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ POLED പാനലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 3000 നിറ്റ്സ് ആണ്. പിന്നെ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡിസ്പ്ലേ ഫീച്ചേഴ്സും മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 170 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.1 mm ആണ്. പിന്നെ IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ടെസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അപ്പം നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ചൈനീസ് മാർക്കറ്റിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 26,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആവറേജ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ എന്ന് പറയാവുന്നതാണ്. അപ്പം ആവറേജ് ആയിട്ടുള്ള തരക്കേടില്ലാത്തൊരു പ്രോസസ്സറും ഇതിൽ കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 12 GB റാമും 256 GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. NFC-യുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള HelloU സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിലെ മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി IMX 896ൻ്റെ സെൻസറാണ്. അത് നല്ലൊരു സെൻസർ തന്നെയാണ്. പിന്നെ OSൻ്റെ സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. 13 മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു സെൻസർ മാക്രോ ലെൻസ് ആയിട്ടും ആക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത് കൂടാതെ 10 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. OSൻ്റെ സപ്പോർട്ട് ഇതിലും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ക്യാമറ ഫീച്ചേഴ്സ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിരിക്കും. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 4310 mAh ബാറ്ററി വരുന്നുള്ളൂ. ആ ബാറ്ററി കപ്പാസിറ്റി കുറച്ച് കുറവാണ്. പക്ഷേ 68 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അത് മാത്രമല്ല 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 2199 yuan എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 26,000 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് സപ്പോർട്ടും IP68 റേറ്റിംഗ് ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറും തരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ വയർലെസ് ചാർജിങ് ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറുമാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ മിക്കവാറും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ ഒരു പേരിലായിരിക്കില്ല ഈ ഫോൺ ലോഞ്ച് ചെയ്യുക. മോട്ടറോള എഡ്ജ് 50 Neo എന്ന പേരിലായിരിക്കും ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുക. ഈ ഒരു പേരിൽ ഈ ഒരു ഫോൺ ഗ്ലോബൽ മാർക്കറ്റിൽ 46,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ വില അത്രയും വരാൻ ചാൻസ് ഇല്ല. കാരണം മോട്ടറോള എഡ്ജ് 50 എന്ന ഫോണിൻ്റെ താഴെയായിരിക്കും ഈ ഫോൺ വരിക. ആ ഒരു ഫോൺ 28,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു ഫോൺ നമുക്ക് ഇതേ ഒരു പ്രൈസ് റേഞ്ചിലായിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതായത് 26,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് 25,000 to 27,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. എന്തായാലും മോട്ടറോളയുടെ മോട്ടോ S50 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.